സ്നേഹസമ്പന്നരായ യാക്കോബായ സഹോദരങ്ങളെ, മറ്റ് സുഹൃത്തുക്കളെ, നമ്മുടെ നോമ്പുകാലം ആണ്. എല്ലാവരും നോമ്പിലാണ് എന്ന് വിശ്വസിക്കുന്നു. നോമ്പ് നോറ്റുകൊണ്ട് നമ്മൾ കള്ളപ്പണികളും ശരിയല്ലാത്ത വഴിയിലൂടെയുള്ള മാർഗത്തിലൂടെയുള്ള പരിപാടികളൊക്കെ ചെയ്യുന്നത് നോമ്പിനെ ഹനിക്കുന്നതാണ്. അതിവിടെ ബഹുമാനപ്പെട്ട വൈദികരും മേൽപ്പട്ടക്കാരും സഭാമക്കളോട് പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാലഘട്ടമാണ്. ഞാൻ ഉദ്ദേശിക്കുന്നത്, അതിന് വിരുദ്ധമായിട്ട് നിൽക്കുമ്പോൾ മക്കളെ നിങ്ങളത് ചെയ്യരുത് എന്ന് പറയാനുള്ള ധാർമ്മിക ബാധ്യതയും ഉത്തരവാദിത്വവും ശ്രേഷ്ഠ ഭാവം മുതൽ താഴോട്ടുള്ള മെത്രാപ്പോലിത്തമാർക്കുണ്ട്, അല്ലെങ്കിൽ വൈദികർക്കുണ്ട് എന്ന് ആദ്യമേന്ന് തന്നെ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കടക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ 9-അംഗ ബെഞ്ചിലേക്ക് പോയി അവിടെ നിന്ന് 12-അംഗ ബെഞ്ചിലേക്ക് ഞങ്ങൾക്ക് ഇതാ ശബരിമല കേസിന്റെ അടിസ്ഥാനത്തിൽ പോകുന്നു, വാണം വിട്ടതുപോലെ ഇപ്പൊ കാച്ചിട്ട് വരും എന്നൊക്കെ പറഞ്ഞ കേട്ടപ്പോൾ നമ്മൾ വിചാരിച്ചു എന്തൊക്കെയോ സംഭവിക്കാൻ പോകുകയാണ്, ആകാശം ഇങ്ങോട്ട് ഇടിച്ചു പൊളിച്ച് തകർത്തിട്ട് വരാൻ പോകുകയാണ് എന്നൊക്കെ നമ്മൾ വിചാരിച്ചു. ഈ മുകളിൽ കാണിച്ചിരിക്കുന്ന യോഗ്യൻ MS അൽദോസ് എന്ന് പറയുന്ന മനുഷ്യൻ ചെറിയ പള്ളിയുടെ സ്വത്തുക്കളെല്ലാം തട്ടിയെടുത്തുകൊണ്ട്, അതായത് ഇടവക പൊതുയോഗത്തിന്റെ അംഗീകാരമില്ലാതെ, ഇടവക പൊതുയോഗം അംഗീകരിക്കാതെ ഒരു പുകമറ സൃഷ്ടിച്ച് സ്വത്തുക്കളെല്ലാം തട്ടിയെടുത്തുകൊണ്ട് ഇടവക പൊതുയോഗം അവസാനം അത് തിരിച്ചെഴുതണം എന്ന് പറഞ്ഞു. തിരിച്ചെഴുതാൻ അയാൾ തയ്യാറായിട്ടില്ല. യോഗ്യന്റെ ഗുഡ് ക്വാളിറ്റി നിങ്ങൾ എല്ലാവരും അറിയാൻ വേണ്ടിയിട്ടായി പറയണത്. ഇദ്ദേഹം ബഹുമാനപ്പെട്ട കോടതിയിൽ സെക്ഷൻ 92 അനുസരിച്ചാണ് കേസ് പോകുന്നത്. ഇടവക്കാരായ 2-3 പേരൊക്കെ എടുത്തിരിക്കുന്ന കേസാണത്. അത് സെക്ഷൻ 92 അനുസരിച്ചാണ് പോകുന്നത്. ബഹുമാനപ്പെട്ട സബ് കോടതിയിൽ നിന്ന് ഓർഡർ ഉണ്ടായി, നിങ്ങൾ എത്രയും വേഗം അത് തിരിച്ച് പള്ളിക്ക് കൊടുക്കണം. ഏത് വിധേന കൊടുത്താലും എനിക്ക് ഫൈനൽ വിധിയുടെ അടിസ്ഥാനത്തിൽ ആയിരിക്കും അതിൻ്റെ ബാക്കി നീക്കുപോക്കുകളെല്ലാം ഉണ്ടാകുന്നത്. എത്രയും വേഗം പള്ളിക്ക് തിരിച്ചു ബഹുമാനപ്പെട്ട മൂവാക്ഷര സബ് കോടതിയിൽ നിന്ന് ഉത്തരവുണ്ടായിട്ടുള്ളതാണ്. അപ്പൊ ഞങ്ങൾക്ക് മെർജർ ചെയ്യണം, ചെയ്തോളാൻ പറഞ്ഞു. അതായത് എന്തിനാ മെർജർ ചെയ്യുന്നതെന്ന് കോടതി ചോദിച്ചു. ബഹുമാനപ്പെട്ട കോടതി, അതൊരു വലിയ തുക വരും തിരിച്ചു എഴുതുമ്പോൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്, അത് മെർജർ ചെയ്താൽ അതിൽ നിന്ന് ഇളവ് കിട്ടുമല്ലോ. ബഹുമാനപ്പെട്ട കോടതി അതും അനുവദിച്ചു. സാധാരണ രീതിയിൽ അത് അനുവദിക്കുന്ന ഒരു ക്ലോസ് അല്ലാതെ, അപ്പൊ അതും അനുവദിച്ചു. എന്നിട്ടും ഈ സമയം വരെയായിട്ട് കൊടുത്തിട്ടില്ല സഹോദരങ്ങളെ. ഇപ്പോൾ ഞാൻ വിഷയത്തിലേക്ക് വരാം. അത് എൻ്റെ ഒരു നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് ഒരു വസ്തുത ഞാൻ പറഞ്ഞു വെച്ചു എന്നുള്ളതാണ്. ഇപ്പൊ 12-അംഗ ബെഞ്ചിലേക്ക് ഞങ്ങൾ ചാടിക്കയറും. അപ്പോഴും എനിക്ക് സംശയം ഉണ്ടായി, അതിൻ്റെ അകത്ത് കോലഞ്ചേരി പള്ളി, പന്നിയൂർ പള്ളി, പിന്നെ എന്തെന്നാ നമ്മുടെ അതിനകത്തൊരു 3-4 പള്ളികൾ പറഞ്ഞിരിക്കുന്ന ആ പള്ളികളെല്ലാം ഒരു കാലത്ത്, അതായത് സഭ ഒന്നായിരുന്ന കാലത്ത് 1934 അനുസരിച്ച് പോയിട്ടുള്ള പള്ളികളാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ KS ഫറീസിന്റെ നിരീക്ഷണത്തിൽ വന്നിട്ടുള്ള കേസിന്റെ നിരീക്ഷണത്തിൽ വന്നിട്ടുള്ള പള്ളികളാണിത്. അതുകൊണ്ടാണ് ആ പള്ളികളെല്ലാം കാതോലിക്ക കക്ഷിയിലേക്ക് പോകാൻ ഇടയായ സാഹചര്യം ആളുകൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറയണത്. അതിൻ്റെ അകത്ത് ഈ മുകളിൽ കിടക്കുന്ന യോഗ്യൻ ചിരിച്ച് നല്ല കണ്ണടയൊക്കെ വെച്ച് ചിരിച്ച് നിങ്ങളെയൊക്കെ മൂഞ്ചിക്കാൻ പാകത്തിന്, യാക്കോബായക്കാരെയും ചെറുവള്ളിക്കാരെയൊക്കെ മൂഞ്ചിക്കാൻ പാകത്തിന് നിൽക്കുന്ന ഈ പരമ യോഗ്യൻ എന്താ ചെയ്തു വെച്ചത്?
എന്താ ചെയ്തേക്കണത്? നിങ്ങളൊന്ന് അന്വേഷിക്കുക. ഇവൻ സഭയുടെ വർക്കിംഗ് കമ്മിറ്റി മെമ്പർ. എങ്ങനെയാണ് വർക്കിംഗ് കമ്മിറ്റി മെമ്പർ ആയത്? ചെറിയ പള്ളിയിൽ നിന്ന് തെരഞ്ഞെടുത്തിട്ടുണ്ടോ എന്ന് ചുമ്മാ ഒന്ന് ചോദിക്കുന്നേ. അറിയാവുന്നവർ ചുമ്മാ ഒരു തമാശനായിട്ട് ചോദിക്കുക, ഇങ്ങനെ പറയണ്ടല്ലോ എന്ന്. അപ്പൊ ഇതൊക്കെ സഭയുടെ ഭാഗത്തുള്ള, ഞാൻ ഈ മനുഷ്യനെ കുറ്റം പറയുന്നില്ല. എന്താ കുറ്റം പറയുന്നില്ല എന്നല്ലേ, കള്ളന് കഞ്ഞി വെക്കുന്ന പണി യാക്കോബായ സഭയുടെ നേതൃത്വ നിരം ഏറ്റെടുക്കരുത്. ഇത്രേ ഞാൻ പറയുന്നുള്ളൂ. ഇയാളിവിടെ ചെറിയ പള്ളിയിൽ നിന്ന് ഇയാളെ ഭദ്രാസന പ്രതിപുരുഷനായിട്ട് തെരഞ്ഞെടുത്തിട്ടില്ല എന്ന് കാണിച്ച്, അവിടെ തെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല എന്ന് കാണിച്ച്, ഒരു ട്രൈബ്യൂണലുണ്ടല്ലോ, എന്താ ഊണ എന്ന് പറഞ്ഞേ, ട്രൈബ്യൂണ്. എനിക്ക് മനസ്സിലാവണില്ല എന്ത് ഊണെന്ന്. കുറെ അച്ഛന്മാരെയും കുറെ വക്കീലന്മാരെയും ഒക്കെ കയറ്റി വെച്ചുകൊണ്ട് കോലഞ്ചേരി മറ്റേ പുത്തൻകുരിശിൽ വെച്ചൊരു ട്രൈബ്യൂൺ ഉണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ അവിടെ ചെന്നിരുന്നു, കാര്യങ്ങളെല്ലാം പറഞ്ഞു. മാന്യന്മാരാണ്, സഭയുടെ കേസാണ്, അന്തസ്സായിട്ട് വിളിച്ചതാണ്, ഒരു പരാതി തരാൻ പറഞ്ഞിട്ടാണ് ചെന്നത്. മാന്യന്മാരാണ്, എന്ത് ചെയ്യണം? നിങ്ങളുടെ പരാതി ഞങ്ങളിവിടെ പരിഗണിക്കുന്നില്ല എന്ന് പറഞ്ഞ് ലെറ്റർ തരണ്ടേ? ഞങ്ങളവിടെ ചെന്നതല്ലേ, വണ്ടിയും വിളിച്ചതാ. ഇവരാരുടെയും കാശ് മേടിച്ചുകൊണ്ടാണോ ഞങ്ങൾ പോയത്? ഞങ്ങൾ ഒരു 3-4 പേര് പോയതിന് ഒരു ദിവസം വന്നിരിക്കുന്ന ഒരു 1-2 കാർ വിളിച്ച് അത്യാവശ്യം വേണ്ട ചെലവുകൾ ചെയ്ത് പോയതിന് ഞങ്ങൾക്ക് വലിയ ചെലവുണ്ട്. ഞങ്ങൾക്ക് ആരെയും പള്ളിയിൽ നിന്ന് കാശ് തന്നിട്ടില്ല, സഭയിൽ നിന്ന് കാശ് തന്നിട്ടില്ല. അപ്പൊ അതിന് മര്യാദ പാലിക്കേണ്ടത് ഇവരുടെ ജോലിയല്ലേ. ഞങ്ങളുടെ കോതമംഗലം മേഖല മെത്രാപ്പോലീത്തയ്ക്ക് പരാതി കൊടുത്തു. അയാൾ പരാതി ഏൽക്കൂല, രജിസ്റ്റേർഡ് അയച്ചിട്ട് ഏൽക്കൂല. ഈ സൈസ് കെട്ട പണി സഭാ നേതൃത്വം ഒഴിവാക്കണം. എനിക്ക് പറയാനുള്ളത് ഇതാ. ഇതിന്റെ അകത്ത് ഇപ്പൊ ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞു, 9 അംഗ ബെഞ്ചില് പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യങ്ങൾ വിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വായിക്കാവുന്നതാണ്. ഞാൻ മുകളിൽ എഴുതിയിട്ടുണ്ട് ഉള്ളത്, നല്ല മലയാളത്തിൽ അവിടെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും വായിക്കാം, ഇരുത്തി വായിക്കാനുണ്ട്. പിന്നെ കോടതിയുടെ ഓർഡർ ഞാൻ അതുപോലെ തന്നെ താഴോട്ട് ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് വായിക്കാവുന്നതാണ്. അതിന്റെ കോടതിയുടെ വിധി വന്നു. ആ വിധിയിൽ പറഞ്ഞിരിക്കുന്നത് ഒരു ചുക്കും നടക്കൂലെന്ന. പിന്നെ എന്തിനാ ഈ വിദ്വേഷമൊക്കെ കെട്ടിക്കൊണ്ട് ആളുകളെ പറ്റിക്കാനായിട്ട് ഇറങ്ങിത്തിരിച്ചത് എന്ന് ഇദ്ദേഹത്തോടും സഭാ നേതൃത്വം ശ്രേഷ്ഠ ബാവയോടാണ് ചോദിക്കേണ്ടത്. നമ്മുടെ കാതോലിക്ക ബാവയോടാണ് ചോദിക്കേണ്ടത്. അല്ലാണ്ട് വഴിക്കോടെ പോണ ആൾക്കാരോടൊന്നും അല്ല ഇത് ചോദിക്കേണ്ടത്. ഇത് എന്തിന്റെ കച്ചവടം, എന്നാ കച്ചവടം എന്ന് ചോദിക്കണം. ഇവിടെ കാലം ചെയ്ത ബാവയുടെ കാലത്ത് അദ്ദേഹത്തിന് വിദ്യാഭ്യാസം കുറവായതുകൊണ്ട് ഒരുപാട് മെനകേടുകൾ നടന്നിട്ടുണ്ട്, പലരും നടത്തിച്ചിട്ടുണ്ട്. പലരും ഈ യോഗ്യനെ പോലെയുള്ളവര് ചില ഒരു ഉമ്പുവോ ഏതാണ്ടൊക്കെ ഉണ്ടല്ലോ, ഒരു ഉമ്പുവോ കിമ്പുവോ ഒക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള കുറെ ആളുകള് അദ്ദേഹത്തെ വിറ്റ് കാശാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ചില വേദിയിലൊക്കെ സമ്മതിച്ചു കൊടുക്കേണ്ടേയും വന്നിട്ടുണ്ട്. സമ്മതിച്ചു കൊടുക്കുന്നതിനും ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ഞാൻ പറയണില്ല, കാരണം പലരുടെയും വീക്ക് പോയിന്റ് കൈക്കലാക്കിയിട്ട് അതനുസരിച്ചുള്ള വേലവെപ്പാണല്ലോ എല്ലാവരുടെയും പണി. ഞാൻ അതിലേക്ക് കടക്കണില്ല. അതിവിടെ നിർത്തുന്നു. അപ്പോ ഇദ്ദേഹം കോതമംഗലം ചെറിയ പള്ളിക്ക് എതിരായിട്ട് തന്നെയാണ് ഈ, അതായത് തട്ടുകേട് എങ്ങനെയും വരുവാണെങ്കിൽ വരട്ടെ, വന്നു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് ചെറിയ പള്ളിയിൽ ഉള്ള മുഴുവൻ സ്വത്തുക്കളും ഇയാൾക്ക് നിഷ്പ്രയാസം തട്ടിക്കൊണ്ടു പോകാൻ വേണ്ടിയിട്ടുള്ള വളരെ ബുദ്ധിപരമായ ഒരു പണിയാണ് ഇദ്ദേഹം ചെയ്തത്. ഇദ്ദേഹത്തിന്റെ ഒരു കൂട്ടുകാരൻ KK ജോസഫ് കരിങ്കുറ്റിപ്പുറം എന്ന് പറയുന്ന കഴിഞ്ഞ വർഷത്തെ തന്നാണ്ട് കൈക്കാരനായിരുന്നു. ഇദ്ദേഹവും കൂടി ചെയ്ത പരിപാടി, ഈ ഇദ്ദേഹത്തിന്റെ ഇത് കൂടുതലുള്ള ആളാണ് തന്നെയാണ് അദ്ദേഹവും കൂടി ചെയ്ത പരിപാടി. പള്ളിക്ക് തനതായ കേസില്ല സഹോദരങ്ങളെ. കേസെല്ലാം പോയി സുപ്രീം കോടതി ചെന്നിട്ട് കാതോലിക്ക കക്ഷിക്കാരനായ, അതായത് പള്ളി 28 പ്രാവശ്യം തോറ്റു തുന്നം പാടി കഴിഞ്ഞപ്പോൾ ഈ ജയിച്ച് 28 പ്രാവശ്യം ജയിച്ച് എന്നിരിക്കുന്ന ജയത്തില് ക്ലാരിറ്റി ഇല്ല, വേണ്ടുവോരും അടിസ്ഥാനപരമായ കാര്യങ്ങളില്ല എന്ന്
കോടതിക്ക് ബോധ്യമായി. വക്കീലന്മാർ, എന്നെ കേൾക്കുന്നവരോ വക്കീലന്മാരോ പള്ളിക്കൂടത്തിൽ പോയിട്ടുള്ളവരോ ഞാൻ ഈ കാര്യങ്ങൾ തുറന്നാ പറയണത്. എന്നെ കളിയാക്കിയിട്ട് കാര്യങ്ങളില്ല. ക്ലാരിറ്റി ഇല്ല, അല്ലെങ്കിൽ ഇതിന് വേണ്ടുവോളം അടിസ്ഥാനപരമായ കാര്യങ്ങളിലേക്ക് വന്നിട്ടില്ല എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി കേസ് താഴെ കോടതിയിലേക്ക് തള്ളിവിട്ടു. അങ്ങനെയാണ് പാവപ്പെട്ട ഇടവക്കാരായ ഞങ്ങളെ പോലെയുള്ള 2-3 പേര്, ഒരു 5 കഞ്ഞിക്ക് വകയില്ലാത്തവര് അങ്ങോട്ട് അതിൽ ചെന്ന് കയറിയത്, ആ കേസിൽ ചെന്ന് പെട്ടത്. വോയിസ് 448/2019 എന്ന കേസിലാണ്. അതാണ് നമ്പർ. എന്തിനാ നമ്പർ പറഞ്ഞതെന്നല്ലേ? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഫയൽ നമ്പർ എടുക്കണമെങ്കിൽ എടുത്തോട്ടെ എന്ന് വിചാരിച്ചിട്ടാ. ഞാൻ വെറും മണ്ടനായിട്ടല്ല ഇതൊക്കെ പറയണത്. അതിൽ ഇദ്ദേഹം കോടതിയിൽ വാദിച്ചു, പള്ളിക്ക് 1110 ഉടമ്പടി ഇല്ല എന്ന് വാദിച്ചു. അങ്ങനെ ഒരു അത് വെച്ചല്ല പള്ളിയിൽ ഭരണം നടത്തുന്നത്. അങ്ങനെ ഒരെണ്ണമുണ്ട്. പക്ഷെ അതിന് പ്രായോഗികമായ വിലകൾ ഞങ്ങൾ കൽപ്പിക്കുന്നില്ല. 34 അനുസരിച്ചാണ് പള്ളി ഭരിക്കുന്നതെന്ന് ഇദ്ദേഹവും ഇദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ, ഇദ്ദേഹത്തിന്റെ തന്നെ പാനലിൽ ജയിച്ചു വന്നിട്ടുള്ള സലീം ചെറിയാൻ, ജോൺസൺ കുര്യാക്കോസ്, അങ്ങനെ പലരും അവിടെ കോടതിയിൽ കാതോലിക്ക കക്ഷിക്ക് വേണ്ടിയിട്ട് അപ്പാരത്വം കൊടുത്തു. അതിന് ഞങ്ങൾ ജയിച്ചു. അതിന് കോടതിയെയും വെട്ടിലാക്കുമാറും ചില ആൾക്കാരുടെ പണിയും ഉണ്ടായി. അതും ഇതിന്റെ അകത്ത് പറയാൻ കൊള്ളൂല, പറഞ്ഞ വെട്ടിൽ വീഴും. കോടതിനെ വെട്ടിലാക്കുക എന്ന് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അത് ഞാനിപ്പോ ഇവിടെ പറയുന്നില്ല, അത് വിഴുങ്ങുവാണ്. അതായത് തൊണ്ടേ പുഴുത്താല് കീപ്പോട്ട് ഇറക്കുമല്ലാതെ വേറെ മാർഗമില്ലാത്തത് കൊണ്ട്. നല്ല മലയാളത്തിലാണ് പറയണത്. അപ്പൊ അതിന്റെ ഇനി അടുത്ത കേസിലേക്ക് വരികയാണെങ്കിൽ, ഇതെല്ലാം കഴിഞ്ഞു മൂവാറ്റുപുഴ കോടതിയിൽ സബ് കോടതിയിൽ കേസ് നടക്കുകയാണ്. മൂവാറ്റുപുഴ കോടതിയിൽ ഈ കേസിന്റെ ആദ്യ കാലഘട്ടം തുടങ്ങി വെച്ചപ്പോൾ ഈ കേസ് മൂവാറ്റുപുഴയിൽ നിന്ന് പെരുമ്പാവൂർ കോടതിയിലേക്ക് ഈ കേസ് പോയി. അന്ന് അവിടെ മുൻസിപ്പായിരുന്ന ആളാണ് ഇപ്പോൾ മൂവാറ്റുപുഴ സബ് കോടതിയിലെ ജഡ്ജി. അന്ന് അദ്ദേഹം ഈ കേസ് തള്ളിയിട്ടുള്ളതാണ്, പള്ളിക്കെതിരായിട്ട് തള്ളിയിട്ടുള്ളതാണ്. പള്ളിയുടെ പോളികാർപ്പോസ് തിരുമേനി, അതായത് കാതോലിക്ക കക്ഷിയുടെ പോളികാർപ്പോസ് തിരുമേനിയുടെ നിയമനം, അതായത് തോമസ് പോളിനെ വികാരിയായിട്ട് നിയമിച്ചിട്ടുള്ള നിയമനങ്ങൾ ശരിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഉള്ള നിയമനങ്ങൾ ശരിവച്ചിട്ടുള്ളതാണ്. ആ ജഡ്ജിക്ക് മുൻവിധിക്ക് തെറ്റാണ് എന്ന് പറയാൻ സാധിക്കില്ല. അത് ഞങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങളത് ഈ കോടതിയിൽ ഇതിന്റെ വാദം കേൾക്കുന്നതിന് കക്ഷികളായ ഞങ്ങൾക്ക് സമ്മതക്കുറവുണ്ട് എന്ന് കാണിച്ച് ഹൈക്കോടതിയിൽ പരാതി ഞങ്ങൾ കൊടുത്തിരുന്നു. അപ്പോൾ ഇവർ ചെയ്ത പരിപാടി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന്റെ വാദം ഹൈക്കോടതിയുടെ മുമ്പിൽ ഇരിപ്പുണ്ടല്ലോ, ഇരിക്കഞ്ചിറ, ഓടക്കാലി, പുളുന്താനം തുടങ്ങിയ പള്ളികളുടെ വിധിയുടെ കൂട്ടത്തിൽ ഈ വിധിയും കൂടെ കേൾക്കണം എന്ന് പറഞ്ഞത് എന്തിനാ സഹോദരങ്ങളെ? നിങ്ങളൊക്കെ മലയാളം വായിക്കുന്ന ആൾക്കാരല്ലേ? എന്തിനാ? തട്ടുകേട് കിട്ടണം. ഒരു വിഷയമില്ലാത്ത പള്ളിക്ക് തട്ടുകേട് കിട്ടണം. ഇവൻ കക്ഷി ചേർന്ന എന്തിനാ? ഒരു കേസില്ലാത്തൊരു ആള് മറ്റേ നമ്മുടെ പന്നൂർ പള്ളിയിലെ കക്ഷി ചേർന്നത്, പന്നൂർ പള്ളിയിലെ കൈക്കാരനോ അല്ലെങ്കിൽ അതിൻ്റെ വേണ്ടപ്പെട്ട ആള് കക്ഷി ചേർന്നത് ആ പള്ളി കാതോലിക്ക കക്ഷിക്ക് പോയിട്ടുണ്ട്. വേറെ ഏതെങ്കിലും പള്ളിയുടെയൊക്കെ, കോലഞ്ചേരി പള്ളിയുടെ പോയെന്നുണ്ടെങ്കിൽ കോലഞ്ചേരി പള്ളിയുടെ പോയതിന്റെ അവിടുത്തെ യാക്കോബായക്കാരൻ കക്ഷി ചേർന്ന് മനസ്സിലായി. പോകാത്ത പള്ളിയുടെ കക്ഷി ചേരാനായിട്ട് MS എൽദോസ് എന്ന് പറയുന്ന സഭയുടെ വർക്കിംഗ് കമ്മിറ്റി മെമ്പർ പോയതിന്റെ പശ്ചാത്തലം യാക്കോബായ സഹോദരങ്ങൾ പരിശോധിക്കണം. ഇവനെ വിളിച്ചിട്ട് ചോദിക്കണം, എന്നതാടാവി കേൾക്കണേന്ന് ചോദിക്കണമെന്നേ. ശ്രേഷ്ഠ ഭാവയൊക്കെ ഇത് അയച്ചു കൊടുക്കണം. നിങ്ങള് ഇതെന്തായി കേൾക്കണേന് ഞങ്ങൾക്ക് നാണാവണമെന്ന് പറയണം. ഇതൊക്കെ ഇത്രയും നാണം കെട്ട പണികൾ, ഇതുപോലെയുള്ള പണികൾ ചെയ്തേച്ച് ഈ യാക്കോബായക്കാരനെ എത്ര പ്രാവശ്യം മുള്ളി കുടിപ്പിക്കണോ? ഇവിടെ നടക്കുന്ന മുഴുവൻ കേസുകളും സഭാ നേതൃത്വം എല്ലാ കാലഘട്ടങ്ങളിലും യാക്കോബായക്കാരനെ പറ്റിച്ചിട്ടാണ് ഇതുപോലെ തോറ്റു വന്നിട്ടുള്ളത്. അല്ലാണ്ട് ഓർത്തഡോക്സുകാരൻ ഇവിടെ യാതൊരു പണിയും ചെയ്തിട്ടല്ല. പിന്നെ ഓർത്തഡോക്സുകാരന് ചില പരിപാടികളാവും സത്യസന്ധമായിട്ട് കേസ് നടത്തി അവൻ നടത്തേണ്ട രീതി അനുസരിച്ച് നടത്തണോ, അവന് ജയിക്കാനുള്ള പണി ചെയ്യണോ. ഇവൻ തോറ്റു കൊടുക്കേണ്ട സമയത്ത് തോറ്റു കൊടുക്കുന്നു. 95 വിധിക്ക് നമ്മുടെ 2002 പുത്തൻകുരിശ് 2002 മളിമിട് ഇവിടെ വരുന്ന കാലഘട്ടങ്ങളിൽ മളിമിട് വന്ന് ആ സമയത്ത് സഭ
ഫീസ് കെട്ടിയതാണ്. ചെറിയ പള്ളിയും ഫീസ് കെട്ടിയതാണ്. പറയേണ്ട കാര്യങ്ങൾ പറയേണ്ടടുത്ത് പറയണം. അത് ഇങ്ങനെ ചാപ്പലുകൾക്കൊക്കെ അച്ഛന്മാർ മെയിൻ പള്ളികളുടെ സ്ഥാനമാണ് കൊടുത്തുകൊണ്ട് ഇത് നടത്തിയിരിക്കുന്നത് തെറ്റാണ് എന്ന് പറയാൻ നമ്മുടെ ആളുകൾ പറയാതെ പൊത്തി കയറി ഇരുന്നിട്ട് 2002 ആർക്കും വേണ്ടാത്ത ഒരു ആണും പെണ്ണും കെട്ട MA പൗലോസ് എന്ന് പറഞ്ഞ കോതമംഗലംകാരനായ ഒരു MA പൗലോസ് എന്ന് പറയുന്ന ഒരു പ്രൊഫസർ ഒക്കെ ആയിരുന്നു അതിൻ്റെ ഈ MS എൽദോസ് MA പൗലോസ് തുടങ്ങിയ ആളുകളൊക്കെ ആയിരുന്നു അതിൻ്റെ ആൾക്കാര്. ഇനി എന്തോരം ചൊവ്വാവാനാ? ഇത് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ആ ഭരണഘടന ബഹുമാനപ്പെട്ട കോടതി അംഗീകരിക്കാതെ പോയത്. ഈ കാതോലിക്ക കക്ഷിയുടെ ഭരണഘടനയ്ക്ക് സത്യത്തില് രജിസ്ട്രേഷൻ പോലും ഇല്ല. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണേ. എന്നിട്ട് ഇപ്പൊ ഇവൻ കൊണ്ടുവന്നിട്ട് ഈ സൈസ് പണി കൊണ്ടുവന്ന് കാണിച്ചു കഴിഞ്ഞപ്പോൾ ഇത് എന്താണെന്ന് ചോദിക്കാനുള്ള ധാർമ്മിക ഉത്തരവാദിത്തം യാക്കോബായക്കാരന് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ മെസ്സേജ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. കുര്യാക്കോസ് മണ്ണാവുറമ്പിൽ, കോതമംഗലം വിശുദ്ധ മർത്തോമ ചെറിയ വെള്ളി ഇടവക്കാരൻ. ഓക്കെ.